ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഒരു കുട്ടി വീഡിയോ എന്ന് വെച്ചാൽ കുട്ടി വീഡിയോയിൽ കുറച്ച് അധികം ഉണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉത്സവമാണ് കേട്ടോ. അപ്പോൾ ഉത്സവത്തിന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നേക്കാണ്. അപ്പോൾ നമ്മുടെ അമ്പലത്തിൽ, തറവാട്ടമ്പലത്തിൽ ഉത്സവമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോകാൻ വേണ്ടി ഏകദേശം ഓൾമോസ്റ്റ് നമ്മൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്ന് എൻ്റെ ലുക്ക് ഒരു സാരിയാണ് കേട്ടോ. നമ്മളിത് മീഷോന്ന് മേടിച്ചതാണ്. അപ്പം ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ലിങ്ക് നമുക്ക് മീഷോയിൽ കോഡാണ് വരാം കേട്ടോ. അപ്പം ഞാൻ എന്തായാലും കൊടുക്കാം. അടിപൊളി സാരിയാണ് കേട്ടോ, നല്ല സൂപ്പറാണ്. സത്യം പറഞ്ഞാൽ ഇത് എല്ലാവരും ഉടുത്ത് അത്യാവശ്യം ടൈം ആയപ്പോഴാണ് ഞാനിത് എനിക്ക് വാങ്ങാൻ പറ്റിയത് കേട്ടോ. ഞാൻ കുറേ നാളായി കാട്ടിട്ട് വെച്ചേക്കായിരുന്നു, പക്ഷെ ഇപ്പോഴാണ് എനിക്ക് വാങ്ങാൻ പറ്റിയത്. അപ്പോൾ അടിപൊളി സാരിയാണ് കേട്ടോ. അപ്പം ഇനി ഓരോരോ വിശേഷങ്ങളായിട്ട് അമ്പലത്തിലെ എല്ലാ വിശേഷങ്ങളും ഞാൻ ഇങ്ങനെ പതിയെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞങ്ങളൊന്ന് റെഡിയായി സെറ്റായി ഇറങ്ങട്ടെ. ഒരാളിപ്പോൾ അതേ റെഡി ആയി കഴിഞ്ഞാന്ന് വെച്ചാൽ വലിയ പണിയിലാണ് കേട്ടോ. ഫോണിൽ കളിയാണ്. ഞാൻ വേണ്ടി പോവാണ്. എല്ലാം റെഡിയായി, നമുക്ക് അങ്ങനെ ഓക്കെ. അങ്ങനെ നമ്മൾ റെഡിയായി ഇറങ്ങാൻ പോവാണ്. അപ്പോൾ നമ്മൾ 4 പേരും കൂടിയാണ് പോണേ. ഞാനും അമ്മയും പിന്നെ എൻ്റെ ബ്രദറാണ് ആ ബ്ലൂ ഷർട്ട് ഇട്ടേക്കണേ, പിന്നെ ലല്ലു. അങ്ങനെ 4 പേരും കൂടെ റെഡിയായി ഇറങ്ങട്ടെ. ഏകദേശം ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ ഇറങ്ങണേ. അപ്പം അമ്മൂമ്മനോട് യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. ഇറങ്ങി പിന്നെ നമ്മൾ കാറിലായി ഇങ്ങനെ വീഡിയോ എടുക്കൽ വർത്തമാനം പറയലൊക്കെ ആയി ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അമ്മ എല്ലുക്കുട്ടൻ ചെറുതായിട്ടൊന്ന് ഇടഞ്ഞിരിക്കുകയാണ് കേട്ടോ. കാരണം ആൾക്ക് ഒറ്റയ്ക്ക് ഫ്രണ്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കണം എന്നും പറഞ്ഞിട്ട് ഇടച്ചിലായിരുന്നു. പക്ഷെ അവൾ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ടുണ്ടെങ്കിൽ അവൾ എപ്പോഴും ഓർമ്മ കളിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഇടച്ചിലായിരുന്നു. അങ്ങനെ എൻ്റെ അടുത്ത് തല്ലുപിടിച്ചും കണ്ട് ബേക്കിൽ പോയിരുന്നുണ്ട്. പിന്നെ ആൾ തല കുമ്പിട്ടിരിക്കുകയാണ്. എന്ത് പറഞ്ഞിട്ടും യാതൊരു മൈൻഡില്ലാണ്ട് തല കുമ്പിട്ട് തന്നെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇവിടെ നമുക്ക് ദേഷ്യം വരുന്നതുകൊണ്ട് പിന്നെ നമ്മൾ വീഡിയോ എടുക്കല്ലേ, ആൾക്കാർ കേൾക്കണ്ടെന്ന് വെച്ചിട്ട് കുറച്ച് സൗമ്യത്തി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അമ്പലത്തിലെത്തി. നമ്മൾ അമ്പലം വരുന്നത് റിയാട് ചേരമാനടുത്തുള്ള ശ്രീ വിഷ്ണുമായ ഭദ്രകാളി ക്ഷേത്രമാണ് കേട്ടോ, മംഗലത്ത്. അപ്പോൾ നമ്മൾ അമ്പലത്തിലെത്തി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ തുള്ളലൊക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അങ്ങനെ തുള്ളലൊക്കെ കണ്ട് പിന്നെ നമ്മൾ ലല്ലും അച്ഛനൊക്കെ പറയൊക്കെ വെച്ചു കേട്ടോ. പറയൊക്കെ വെച്ച് നമ്മൾ അവർ പറയണ കാര്യങ്ങളൊക്കെ കേട്ട് എനിക്ക് അങ്ങനെ തുള്ളിയിട്ട് അവരുടെ അടുത്ത് പോയി അവരുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയാനും കേൾക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ടു. അതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ലല്ലുവിന് വിശപ്പ് തുടങ്ങി. ലല്ലു അങ്ങനെയാണ് പുറത്തിറങ്ങി അപ്പം വിശക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കലവറയിലൊക്കെ ചെന്നപ്പോൾ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ബാക്കിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ലല്ലു അതൊക്കെ വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ലല്ലുവിൻ്റെ വിശപ്പൊക്കെ ഒന്ന് സമാധാനമായി കേട്ടോ. അതിന് ശേഷം കുറച്ച് നേരം വർത്താനം കഴിഞ്ഞ് ഇരുന്നപ്പോൾ തന്നെ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സമയമായി. ഫുഡ് നമുക്ക് നല്ല അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. ലല്ലുവിന് ഇങ്ങനെ എല്ലിട്ട് ഫുഡൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ആൾ ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വീട്ടിലേക്ക് പോയി. പിന്നെ നമ്മൾ വന്നത് വൈകുന്നേരത്തെ താലത്തിനാണ് കേട്ടോ. നമ്മൾ 4:30 ആ ടൈമിൽ താലൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾ വന്നില്ല. അതിന് ശേഷം നമ്മൾ ഒരു 9 മണിക്കുള്ള സമയത്തുള്ള താലത്തിനാണ് നമ്മൾ വന്നത് കേട്ടോ. അങ്ങനെ താലമൊക്കെ നമ്മുടെ ഈ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ലേലം വിളി തുടങ്ങി കേട്ടോ. നമുക്ക് അമ്പലത്തിലേക്ക് ഒരു മൂരിക്കുട്ടീനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ലേലം വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ലേലം വിളിക്കുന്നത് ആരാണെന്ന് നിങ്ങൾക്കറിയോ? അതെൻ്റെ അച്ഛനാണ്. അച്ഛൻ്റെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനെ ഒരു അനൗൺസ്മെൻ്റ് ഒക്കെ ചെയ്യുന്നത്. അച്ഛനും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, ഞങ്ങൾ കേൾക്കുന്നത് ഞങ്ങളും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് അച്ഛനത് അവസാനിപ്പിച്ചു കേട്ടോ. അതിന് ശേഷം നമുക്കൊരു ദേവിയുടെ കളം ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ആ കളത്തിനൊന്നും നമുക്ക് നിൽക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അമ്മൂമ്മ വീട്ടിൽ ഒറ്റയ്ക്കാണ്. അപ്പം അമ്മൂമ്മ അധികം നേരം ഞങ്ങൾ ഒറ്റയ്ക്ക് ഇരുത്താറില്ല കേട്ടോ ആളെ. അപ്പം ഞങ്ങൾ അത് കാണാൻ നിൽക്കാണ്ട് ഞങ്ങൾ അവിടെ നിന്ന് വേഗം തന്നെ പോകുന്നു കേട്ടോ. അപ്പം ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മുടെ ഉത്സവമൊക്കെ കഴിഞ്ഞു, നമ്മൾ വീട്ടിലേക്ക് പോവാണ്. വീട്ടിലേക്ക് എത്തണുള്ളൂ നമ്മുടെ വീട്. അമ്മ എങ്ങനെയുണ്ടായി നമ്മുടെ ഉത്സവം? ഗംഭീരമായിരുന്നു. അപ്പൊ ഇത്ര ഉള്ളൂ കേട്ടോ വീഡിയോ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് ബൈ.